2025 പീഡന കഥകളുടെ അപസർപ്പക കഥകളുടെ വർഷം കൂടിയായിരുന്നു. 2025 കടന്നു പോകുന്നത്. പ്രധാനമായും ധാരാളം ബലാത്സംഗങ്ങളും കൂട്ടബലാത്സംഗങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറി. കൊലപാതകങ്ങൾ അരങ്ങേറി. കുഞ്ഞുങ്ങളെ അപ്പുറത്തെ പറമ്പിലേക്ക് കടലാസിൽ പൊതിഞ്ഞ് എറിയുന്ന സംഭവങ്ങളുണ്ടായി. ബക്കറ്റിൽ പ്രസവിക്കുകയും ക്ലോസറ്റിൽ പ്രസവിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. അവിഹിത ഗർഭങ്ങളുണ്ടായി. അങ്ങനെ ക്രൈം രംഗത്തും ധാരാളം കുതിച്ചുചാട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും. രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണവും കൂടുതലാണ്. ഗാർഹിക പീഡനത്തിന്റെ എണ്ണം കൂടുതലാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാൻ വരുന്നത്, കേരളത്തിൽ പീഡന കഥകളിൽ കുടുങ്ങിപ്പോയ ചില മനുഷ്യജീവികളുണ്ട്, ചില നേതാക്കളുണ്ട്, ചില താരപ്രതിഭകളുണ്ട്. അവരിൽ പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യമല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, പ്രധാനി തന്നെയാണ്. രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി പോയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ അതിനു മുമ്പേ തന്നെ ചില ആളുകളുടെ കൂടി പേരും അതുപോലെ തന്നെ അവരുടെ കേസുകളും വിവരിച്ച ശേഷം പറയുന്നതാകും നല്ലത്. ഒന്നാമത് നടൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് ഒരു നടിയെ ആക്രമിച്ചു, അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യിച്ചു എന്നാണല്ലോ കേസ്. അപ്പോ പീഡന കഥയിലെ വില്ലനായിരുന്നു നടൻ ദിലീപ്. ഈ കേസ് ആകെ പരിഗണിച്ചിട്ട് കോടതി പറഞ്ഞു നടൻ ദിലീപ് കുറ്റക്കാരനല്ല. 8 വർഷത്തോളം അതിയായ മാനസിക സംഘർഷത്തിലും 3 മാസത്തോളം ജയിലിലും കിടന്ന ശേഷമാണ് ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. അപ്പോഴും ഇവിടുത്തെ ചില ആളുകളും ചില മാധ്യമങ്ങളും ചില വലിയ ഫെമിനിസ്റ്റുകളായി നടിക്കുന്ന ചില ആളുകളുമൊക്കെ ദിലീപിനെതിരെ രംഗത്ത് എത്തിയിരുന്നു. പക്ഷെ ദിലീപ് അതിൽ കുറ്റക്കാരനല്ല എന്ന് കോടതി അസംഗിതമായി പ്രഖ്യാപിക്കാൻ കാരണം അതിനകത്ത് തെളിവുകൾ യാതൊന്നും തന്നെ ഇല്ല. പിന്നെ ഇവർ പറയുന്നത് പോലെ ആരോപണങ്ങൾ, ഗൂഢാലോചന ചെയ്ത് പൾസർ സുനി എന്ന 4-കിട ഗുണ്ടയ്ക്ക് പൈസ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ നിങ്ങൾ ഈ നടിയെ ഇല്ലാതാക്കി തരണം എന്ന് പറയാൻ മാത്രം മണ്ടനല്ല ദിലീപ് എന്ന പ്രാഥമിക യുക്തി മാത്രം മതി ദിലീപ് ഇക്കാര്യത്തിൽ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വെളിവാക്കാൻ എന്നതാണ് പരമാർത്ഥം. ദിലീപിന്റെ കാര്യം അങ്ങനെ ഈ 2025 ദിലീപിന്റെ വലിയൊരു ഭാരമൊഴിഞ്ഞു, അല്ലെങ്കിൽ വലിയൊരു കുരുക്ക് ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞുപോയി എന്ന് പറയാം. ഇനി സാക്ഷാൽ വേടനെ കുറിച്ചാണ്. വേടൻ ഇന്നലെ പൊങ്ങി വന്ന ഒരു തകരയെ പോലെ, ഒരു കുമിളയെ പോലെയുള്ള ഒരു കലാകാരനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ധാരാളം ആളുകളുണ്ട്. അദ്ദേഹം എഴുതുന്ന കവിതകൾക്ക് മൂർച്ച കൂടുതലാണ്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിന് മൂർച്ച കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ വേദികളിലേക്ക് ഇടിച്ചു കയറുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇടിച്ചു തള്ളി കയറിപ്പോയ ഒരു പയ്യനെ തീവണ്ടി ഇടിച്ച് മരിച്ചു പോവുകയും ചെയ്തിരുന്നു. ധാരാളം ലക്ഷക്കണക്കിന് ആളുകളാണ് വേടന്റെ വേദികളിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. അതുപോലെ തന്നെ വേടന്റെ ആരാധികമാരെത്തിയ 2 സ്ത്രീകൾ പീഡനത്തിന് ഇരയാവുകയും ചെയ്തു. മൃഗീയമായ രീതിയിലാണ് ലൈംഗികമായി വേടൻ ഈ യുവതികളെ പീഡിപ്പിച്ചതെന്നായിരുന്നു യുവതികളുടെ പരാതി. അതിനുശേഷം എന്ത് ചെയ്തു? വേടനെ കോടതി ജാമ്യമൊക്കെ അനുവദിച്ചു. വേടൻ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട്. വേടന് സംസ്ഥാന സർക്കാർ മികച്ച രചയിതാവിനുള്ള പുരസ്കാരവും നൽകി ആദരിക്കുകയും ചെയ്തു. വേടനും ചെയ്തത് പീഡനമാണ്, ബലാത്സംഗമാണ് എന്നൊക്കെയാണ് കേസെങ്കിലും വേടനെ സംസ്ഥാന സർക്കാർ അവാർഡ് നൽകി ആദരിച്ചു. ഇനി വേടന്റെ പാട്ടുകളെക്കാൾ വളരെ മനോഹരമായ കവിതകൾ ഇവിടെ കേരളത്തിൽ പിറന്നിരുന്നു. കടമ്മനിട്ടയും വയലാർ രാമവർമ്മയൊന്നും അത്ര മോശപ്പെട്ട കവികളായിരുന്നില്ല. ഇപ്പോൾ എഴുതുന്ന ആളുകളും അത്ര മോശപ്പെട്ട കവികളൊന്നുമില്ല. ധാരാളം അവർക്ക് റാപ്പ് സംഗീതത്തിൽ പാടാൻ അറിയില്ല, അല്ലെങ്കിൽ പാടാൻ കഴിയാതെ പോയി എന്നത് മാത്രമാണ് ഈ കവികൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കവിയരങ്ങുകളിൽ കേൾക്കാൻ പോവുകയാണെങ്കിൽ വേടനേക്കാൾ പച്ച പരമാർത്ഥങ്ങൾ വിളിച്ചു പറയുന്ന കവികൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന വാസ്തവവും കേരളീയർക്ക് മനസ്സിലാകും. അതാണ് വേടന്റെ സാഹിത്യവും വേടന്റെ സഞ്ചാരവും വേടനെ കുറിച്ചുള്ള കേസുകളും. വേടൻ നീണാൽ വാഴട്ടെ, വേടന് എല്ലാവിധ ആയുരാരോഗ്യവും പ്രശസ്തിയും ഒക്കെ നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ വാർത്ത. ഇനിയുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വേടനും ചെയ്ത തെറ്റ് ഒന്നായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടിച്ചാൽ പൊട്ടാത്ത നിയമ നടപടികൾ സ്വീകരിക്കുകയും അയാളെ അധിക്ഷേപിക്കുകയും ചെയ്ത സർക്കാർ എന്തുകൊണ്ട് വേടന് അവാർഡ് കൊടുത്തു എന്നതാണ് പ്രധാന ചോദ്യം. അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധമാവുകയും ചെയ്തു എന്നത് രണ്ടാമത്തത്. സർക്കാരിനെ തലക്കിട്ടടിക്കാൻ വേണ്ടി ജനങ്ങൾ എടുത്ത ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ ഓടിച്ചിട്ട് ദ്രോഹിക്കുന്ന സർക്കാർ നയം എന്തുകൊണ്ട് വേടനിൽ അത് എക്സിക്യൂട്ട് ചെയ്തില്ല, നടപ്പിലാക്കിയില്ല എന്ന ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചു പോയെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ മാധ്യമപ്രവർത്തകരെയൊക്കെ പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയാക്കിയെന്നും കൂട്ടുകാരന്റെ കൈവശം മരുന്ന് കൊടുത്തു വിട്ട് ഗർഭം അലസിപ്പിച്ചു എന്നൊക്കെയാണ് ശബ്ദ സംഭാഷണങ്ങളും ഇതൊക്കെ പുറത്തു വന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. അയാൾ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ്. അയാളുടെ മണ്ഡലത്തിൽ അയാൾ സജീവമാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും MLA സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നുണ്ട്. അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ
കൊലപാതകികളുണ്ട്. നമ്മുടെ പാലക്കാടുള്ള കൊലപാതക കേസൊക്കെ ഉണ്ട്. ഇരട്ട കൊലപാതകം നടത്തിയ വ്യക്തി ഒക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെയുള്ള കൊലയാളികൾ, ജയിലിൽ ചാട്ടം, ബാലമുരുകൻ എന്ന ആള് ജയിലിൽ ചാടിപ്പോയത്, കഴിഞ്ഞ ദിവസം ഒരാൾ ജയിൽ തുറന്ന് ചാടിപ്പോയത്, ഇങ്ങനെ തുടങ്ങി ധാരാളം ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിലും പീഡന കാര്യത്തിൽ ഈ 3 പ്രധാനപ്പെട്ട കേസുകളാണ് 2025 ചർച്ച ചെയ്യപ്പെട്ടത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ചത്. ഒന്ന്, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ സംഭവം. 2, വേടനെ കയറൂരി വിടുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്യുമ്പോൾ അതേ കുറ്റങ്ങൾ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമവ്യവസ്ഥയും സർക്കാരും ഓടിച്ചിട്ട് ദ്രോഹിക്കുന്നു എന്ന പൊതുജനത്തിന്റെ തിരിച്ചറിവും ഈ പീഡന കഥകളിൽ, അല്ലെങ്കിൽ 2025 പീഡന കഥകളിൽ മുഴച്ചു നിൽക്കും. അത് എക്കാലവും ചരിത്രമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല.